Hi, hello, welcome back to the channel. UGC NET examന്റെ പേപ്പർ 1 ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ആവറേജിനെ പറ്റിയിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ആവറേജിന്റെ മൂന്നാമത്തെ പാർട്ടാണ്. ഈ വീഡിയോയിൽ നമ്മൾ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കുന്നത്. നമ്മളുടെ UGC NET എക്സാമിന് പൊതുവെ ആവറേജിൽ നിന്ന് ആപ്ലിക്കേഷൻ ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കാണാറുള്ളത്. ആവറേജ് സ്പീഡ് കാണാറുണ്ട്, അതുപോലെ ആവറേജ് ടൈം കാണാൻ പറയാറുണ്ട്, നമ്മൾ ഡേറ്റ് ഇന്റർപ്രിട്ടേഷനിൽ ആവറേജ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആവറേജ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് വെച്ച് മറ്റ് പല കാര്യങ്ങളിലും അപ്ലൈ ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾക്ക് പൊതുവെ ഈ UGC NET എക്സാമിന് ചോദിച്ച് കാണാറുള്ളത്. നമ്മൾക്ക് ഇന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നോക്കാം. കുറച്ച് ടഫായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും അതിന്റെ ബേസിക് ഐഡിയ അറിഞ്ഞിരുന്നാൽ വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പൊതുവെ ആവറേജിൽ നിന്ന് വരാറുള്ളത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ദി ആവറേജ് ഓഫ് എ, ബി ആൻഡ് സി ഇസ് 50. ഇഫ് ഡി ഇസ് 10, then what is the total average? ഇതാണ് ചോദ്യം. അപ്പൊ എങ്ങനെയാ വരിക? മൂന്ന് കാര്യങ്ങൾ ആദ്യം പറയുന്നുണ്ട്. എന്താണ്? എ ബി സി അല്ലെ? എ ബി സിയുടെ ആവറേജ് എത്രയാ പറയുന്നത്? 50 ആണ്. ഡി 10 ആണെന്ന് പറയുന്നുണ്ട്. ഇത് പുതിയ കാര്യമാണ് കേട്ടോ, പുതിയ ഒരു എന്താ പറയുക, പുതിയ വാല്യൂ ആണ്. ഇനി എ ബി സിയുടെ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് 50 ആണെന്ന് പറഞ്ഞു. എ ബി സിയുടെ ആവറേജ് വാല്യൂ 50 ആണ്. അതെങ്ങനെയാ വരിക? എ പ്ലസ് ബി പ്ലസ് സി ബൈ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? 3. അതായിരിക്കില്ലേ 50? അതായത് സം ഓഫ് ഓൾ ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഷുഡ് ബി ദ ആവറേജ്. അതായത് എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ 50 × 3 ആയിരിക്കും. അതായത് 150 ആയിരിക്കും ഇതിന്റെ വാല്യൂ, ടോട്ടൽ വാല്യൂ. എ പ്ലസ് ബി പ്ലസ് സിയുടെ ടോട്ടൽ വാല്യൂ എത്രയാണ്? 150 ആണെന്ന് കണ്ടു. ഇനി ഇതിന്റെ കൂടെ ഒരു ബി കൂട്ടിയാൽ പോരെ. അതായത് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ഡിവൈഡഡ് ബൈ 4 ആയിരിക്കണ്ടേ നമ്മളുടെ ന്യൂ ആവറേജ്. മനസ്സിലായോ? അതായത് എ പ്ലസ് ബി പ്ലസ് സി 150 ആണെന്നറിയാം, ഡി എത്രയാണ്? 10 ആണെന്ന് അറിയാം, ബൈ 4 ആയിരിക്കും നമ്മളുടെ ന്യൂ ആവറേജ്. അതായത് 160 ബൈ 4 എത്രയാണ്? 40. അപ്പൊ ന്യൂ ആവറേജ് എത്രയാണ്? 40. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് വെച്ചിട്ട് നമ്മളുടെ ഈ ബേസിക് ആയിട്ടുള്ള ഇക്വേഷനിൽ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു ആവറേജിലേക്ക് എത്താൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏതാണ്ട് സിമിലർ പാറ്റേൺ ആണ് വരുന്നത്. ദി ആവറേജ് ഏജ് ഓഫ് 30 ബോയ്സ് ഇൻ എ ക്ലാസ് ഈസ് ഈക്വൽ ടു 14 ഇയേഴ്സ്. When the age of the class teacher is included, the average becomes 15 years. What is the age of the class teacher? ഇതാണ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഇപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യന്റെ ഏതാണ്ടൊക്കെ സിമിലർ പാറ്റേൺ ആണ്. ഇനി നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾക്ക് എന്തായിരുന്നു? ഒരു ആവറേജ് ആദ്യം തന്നു, പിന്നെ പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരാളുടെ വാല്യൂ, ഒറിജിനൽ വാല്യൂ തന്നു. ഈ ക്വസ്റ്റ്യനിൽ പക്ഷെ എന്താണ്? ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് എങ്ങനെയാണ്? അതായത് ഇവിടെ ഓൾറെഡി നമുക്ക് ആവറേജ്, ആദ്യത്തെ ആവറേജ് തന്നിട്ടുണ്ട്, രണ്ടാമത് കിട്ടുന്ന ന്യൂ ആവറേജും തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ടീച്ചറുടെ, ക്ലാസ് ടീച്ചറിന്റെ ഒറിജിനൽ വാല്യൂ അല്ലെങ്കിൽ ഒറിജിനൽ ഏജ് എത്രയാണ്? ഇതാണ് നമ്മൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ചെയ്തു നോക്കാം. അപ്പം ആവറേജ് ഏജ് ഓഫ് 30 ബോയ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളുടെ ആദ്യത്തെ 30 ബോയ്സ്. ഓക്കെ, ആദ്യത്തെ സം എന്ന് പറയുന്നത് സം ബൈ എന്താണ്? ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? അല്ലെ, 14 ഇയേഴ്സ് ആണ്. അപ്പൊ ഈ 14 ഇയേഴ്സ് ഇവിടുത്തെ ആവറേജ് അല്ലേ? നമുക്ക് ടോട്ടൽ അറിയാം. ടോട്ടല് എത്രയാണ്? 30 സ്റ്റുഡൻസ്, 30 ബോയ്സിന്റെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് ടോട്ടൽ നമ്പർ ഓഫ് എന്താണ് ഒബ്സർവേഷൻസ് 30 ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെ നമുക്ക് സം ആണ് വേണ്ടിയത്. ഓക്കെ, അപ്പൊ എങ്ങനെ സം കണ്ടെത്തുക? സം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് കൂടെ കൊണ്ടുപോയാൽ മതിയല്ലോ. 14 × 30 ആയിരിക്കും ഇവിടുത്തെ സം. 3 × 4 12 42 420. ഇവിടുത്തെ സം എത്രയാണ്? 420 ആണ്. ഇനി നമ്മളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ടീച്ചറിന്റെ ഏജ് ആഡ് ചെയ്തിട്ടുള്ള ന്യൂ ആവറേജ് എത്രയാണ്? പുതിയ ആവറേജ് പറഞ്ഞിട്ടുണ്ട്, അത് എത്രയാണ്? 15 ആണ്. ഓക്കെ, അപ്പം എങ്ങനെയാണ് നമ്മൾ കാണുക? ഇവിടെ നമ്മൾ സം തന്നെയാണ് കാണേണ്ടത്. അതായത് ഇതേ പാറ്റേണിൽ തന്നെ ടോട്ടൽ സം ബൈ. ഓക്കെ,
പുതിയ ടോട്ടൽ എത്രയായിരിക്കും? 30 പ്ലസ് ടീച്ചർ ഇല്ലേ, അത് 31 അല്ലേ? സം ഓഫ് ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ 31 എത്രയായിരിക്കും? 50 ആയിരിക്കും പുതിയ ആവറേജ്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ന്യൂ ആവറേജ് 15 ആണെന്ന്. ഇനി നമ്മൾക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടീച്ചറുടെ ഒറിജിനൽ വാല്യൂ ആണ്. അപ്പൊ ടീച്ചറുടെ ഒറിജിനൽ വാല്യൂ ഒറിജിനൽ ഏജ് നമ്മൾ എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഓൾറെഡി നമുക്കറിയാം ബോയ്സിന്റെ ഒറിജിനൽ വാല്യൂന്റെ സം 420 ആണ്. 420 പ്ലസ് എക്സ് ആയിരിക്കും നമ്മളുടെ ഫൈനൽ എന്താണ് സം ഓഫ് ഒബ്സർവേഷൻസ്. ഫൈനൽ സം ഓഫ് ഒബ്സർവേഷൻസ് ഇങ്ങനെയാ വരിക. ഇത് ഡിവൈഡഡ് ബൈ നമ്മൾ പറഞ്ഞു ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് 31 ആയി എന്ന് പറഞ്ഞു. 31 എങ്ങനെയായി? ആദ്യം നമ്മളിൽ 30 ഉണ്ടായിരുന്നു, പിന്നെ ടീച്ചർ ഒരാളും കൂടിയല്ലേ. അപ്പം എന്താണ്, ഒരാളുടെ കൂടി നമ്പർ നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്തു. ഒരാളുടെ കൂടി കൗണ്ട് കൂടുമ്പോൾ 30 പ്ലസ് 1 31 ആവും. ഓക്കെ, ഈക്വൽ ടു നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള ന്യൂ ആവറേജിന്റെ വാല്യൂ 15. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമ്മൾ എക്സ് കണ്ടെത്താണ്. 420 പ്ലസ് എക്സ് ഈക്വൽ ടു 15 ഇൻറ്റു 31 എന്ന് കിട്ടി. 15 ഇൻറ്റു 31 ചെയ്യാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഇത് എളുപ്പത്തിൽ ചെയ്യാനായിട്ട്. 15 ഇൻറ്റു 30 പ്ലസ് 15 ഇൻറ്റു 1 ആയിരിക്കും. അതായത് 15 ഇൻറ്റു 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 450 പ്ലസ് 15 അല്ലേ, അതായത് 465 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 ഇൻറ്റു 31 465 നമ്മൾക്ക് കിട്ടി. മൈനസ് 420 അല്ലേ, അതായത് എത്രയാണ്? 45. എക്സ് എന്തായിരുന്നു? ടീച്ചറുടെ വാല്യൂ ആയിരുന്നു അല്ലെ, ടീച്ചറുടെ ഒറിജിനൽ വാല്യൂ ആണ് എക്സ്. അപ്പൊ ടീച്ചറുടെ വയസ്സ് എത്രയാണ്? 45. മനസ്സിലായോ? നമുക്ക് എക്സ് ആണ് കണ്ടെത്തേണ്ടിയിരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് സോൾവ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ മറ്റൊരു എളുപ്പ വഴിയുണ്ട്. വളരെ എളുപ്പത്തിൽ കണ്ടെത്താനുള്ള ഒരു ഫോർമുല അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ നമ്മളുടെ കയ്യിലുണ്ട്. നോക്കാം, അതിങ്ങനെയാണ് വരിക. പുതിയ ഒരു എൻട്രന്റ് അല്ലെങ്കിൽ നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു വാല്യൂ. ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടിരുന്നു. ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യം 30 സ്റ്റുഡൻസിന്റെ പിന്നെ ആവറേജ് കാര്യം പറയുന്നുണ്ട്. പിന്നെ ടീച്ചറിന്റെ കൂടി ആഡ് ചെയ്തിട്ട് വരുന്ന വാല്യൂവും പറയുന്നുണ്ട്, ന്യൂ ആവറേജ് വാല്യൂവും പറയുന്നുണ്ട്. ആൻഡ് നമ്മൾക്ക് അതിൽ നിന്ന് എത്തേണ്ടത് ന്യൂ എൻട്രന്റ് ആണ്. അതായത് പുതിയതായിട്ട് നമ്മളുടെ ടോട്ടൽ സം ഓഫ് ഒബ്സർവേഷനിൽ നമ്മൾ ആഡ് ചെയ്ത പുതിയ വാല്യൂ, അതാണ് നമുക്ക് ഇവിടെ കണ്ടെത്തേണ്ടത് അല്ലേ. നമുക്ക് ഇപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ്? ഓൾറെഡി പഴയ നമ്പേഴ്സ് തന്നിട്ടുണ്ട്, പഴയ ഒബ്സർവേഷൻ തന്നിട്ടുണ്ട്, 30 തന്നിട്ടുണ്ട്, അതിന്റെ ആവറേജും തന്നിട്ടുണ്ട്. പുതിയ ഒരു എൻട്രന്റിന്റെ കാര്യവും പറയുന്നുണ്ട്, അതിന്റെ ആവറേജും തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ എൻട്രന്റിന്റെ വാല്യൂ ആണ് ചോദിക്കുന്നത്. ഓക്കെ, അങ്ങനെ ന്യൂ എൻട്രന്റിന്റെ വാല്യൂ ചോദിക്കുകയാണെങ്കിൽ അതിനൊരു ഫോർമുല നമ്മളുടെ കയ്യിലുണ്ട്. അത് ഇത്രയാണ്. നമ്മളുടെ ന്യൂ ആവറേജ് ഉണ്ടല്ലോ, ന്യൂ ആവറേജിന്റെ കൂടെ ഓൾഡ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ഓൾഡ് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, ഓൾഡ് നമ്പർ ഓഫ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ഒബ്സർവേഷൻസ് ഇൻറ്റു പിന്നെ ആവറേജ് ഇൻക്രീസ്. ഇതാണ് നമ്മളുടെ ഫോർമുല. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ആൻസർ കണ്ടെത്താൻ പറ്റും. ഇപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാ വരിക. ന്യൂ ആവറേജ് എത്രയാണ്? 15 അല്ലേ. ടീച്ചറുടെ വാല്യൂ കൂടി ടീച്ചറുടെ വയസ്സ് കൂടി ആഡ് ചെയ്യുമ്പോൾ അവിടെ എത്ര വരും എന്ന് പറഞ്ഞാൽ 15 വരും. പ്ലസ് ഓൾഡ് നമ്പർ എത്രയായിരുന്നു? 30 ആയിരുന്നു അല്ലെ. 30 സ്റ്റുഡൻസിനെ പറ്റിയിട്ടാണ് ആദ്യം സംസാരിച്ചത്. ടീച്ചറും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് അവിടെ 31 ആവുള്ളൂ. അപ്പൊ പഴയ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എത്രയാണ്? 30 ആണ്. ഇൻറ്റു ഇനി ആവറേജിന്റെ ഇൻക്രീസ് എങ്ങനെയാണ്? പഴയത് 14 ആയിരുന്നു, പുതിയത് 15 ആണ്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എത്രയാണ്? 1 ആണ്. അതായത് ഇൻക്രീസ് എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. അപ്പം ആൻസർ എത്രയാ? 15 പ്ലസ് 30 ഇൻറ്റു 1 എത്രയാ? 30. ആൻസർ 45. നമുക്ക് നേരത്തെ ഇതേ ആൻസർ തന്നെയല്ലേ കിട്ടിയത്? 45 തന്നെയല്ലേ. അപ്പം ഇങ്ങനെ ന്യൂ എൻട്രന്റിന്റെ കാര്യം ചോദിക്കുകയാണ്. അതായത് ഒരു സെറ്റ് ഓഫ് ഡേറ്റ ആദ്യം തരും, അതിന്റെ ആവറേജിനെ പറ്റിയിട്ട് പറയും, എന്നിട്ട് പറയും ഇതേ ഡേറ്റയിലേക്ക് അല്ലെങ്കിൽ ഇതേ സെറ്റ് ഓഫ് ഒബ്സർവേഷൻസിലേക്ക് പുതിയ ഒരു ന്യൂ ഒബ്സർവേഷൻ ആഡ് ചെയ്യാണ് അല്ലെ, ന്യൂ എൻട്രന്റ് അല്ലെങ്കിൽ ന്യൂ ഒബ്സർവേഷൻ ആഡ് ചെയ്യാണ്. അപ്പൊ നിങ്ങളുടെ പുതിയ ആവറേജ് ഇത്ര പെർസെന്റേജ് ആവും അല്ലെങ്കിൽ ഇത്ര നമ്പർ ആവും, ഇത്ര വാല്യൂ ആവും എന്ന് പറയുന്നു. എന്നിട്ട് ഈ ആഡ് ചെയ്ത എൻട്രന്റ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ന്യൂ എൻട്രന്റ് ചോദിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ന്യൂ ആവറേജ് പ്ലസ് ഓൾഡ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഇൻറ്റു ആവറേജ് ഇൻക്രീസ് ചെയ്യുക. അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ കണ്ടെത്താൻ സാധിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി ആവറേജ് ഓഫ് 10 members is 7. If each number is multiplied by 11,
then the average of the new set of numbers is. ഇതാണ് ക്വസ്റ്റ്യൻ. പറയുന്നത് എങ്ങനെയാണ്? ഒരു ആദ്യം തന്നെ ഒരു 7 എന്ന് പറഞ്ഞിട്ട് ഒരു ആവറേജ് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അതിന് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എത്രയാ പറയുന്നത്? 10 പറയുന്നത് അല്ലെ. അതായത് 10 ഒബ്സർവേഷൻസിന്റെ ആവറേജ് എത്രയാണ്? 7 ആണ്. ഇനി നമ്മൾ അടുത്ത കണ്ടീഷൻ പറയാണ്, ഇതിനെ ഈ ഒബ്സർവേഷൻസിനെ ഇൻറ്റു 11 ചെയ്യുകയാണെങ്കിൽ, മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ പുതിയ ആവറേജ് എത്രയാണ്? ഇപ്പൊ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും, പക്ഷെ സിമ്പിളാണ്. നോക്കാം. നമ്മൾക്ക് ആദ്യം തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് ഏതെങ്കിലും ഫോർമുല ഇവിടെ ഉപയോഗിക്കാൻ പറ്റുമോ? 10 ഒബ്സർവേഷൻസും ആവറേജും തന്നിട്ടുണ്ട്. അതായത് ഒബ്സർവേഷൻസ് അല്ല, സമ്മ് ബൈ ഒബ്സർവേഷൻസ് അല്ലെ ആവറേജ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ വേണ്ടത്? ആക്ച്വലി സമ്മ് കണ്ടിട്ട് തന്നെയാണ് വേണ്ടത്. അതായത് സം ഈക്വൽ ടു ആവറേജ് ഇൻറ്റു ഒബ്സർവേഷൻസ്. അതായത് എത്രയാണ്? 7 ഇൻറ്റു 10 ആണ്. അപ്പൊ ആദ്യത്തെ ഫസ്റ്റത്തെ കണ്ടീഷൻ പ്രകാരം 10 ഒബ്സർവേഷൻസിന്റെ ആവറേജ് 7 ആവണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ സം എത്രയാവണം? 70 ആവണം അല്ലെ. ഇനി ഈ നമ്പേഴ്സിനെ ഇൻറ്റു 11 ചെയ്യുകയാണെങ്കിൽ, മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ എവിടെയാണത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ചുമ്മാ ഈ 10 ഇൻറ്റു 11 ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതിന്റെ സമ്മിനെ അല്ലേ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോഴല്ലേ നിങ്ങൾക്ക് ആ മൾട്ടിപ്ലൈ ചെയ്തതിന്റെ പ്രോപ്പർ വാല്യൂ കിട്ടുള്ളൂ. അപ്പം ഈ സം ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യാണ്? 70നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ് വിത്ത് 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആൻസർ എത്ര വരും? 770 ആയിരിക്കും പുതിയ സമ്മ് അല്ലേ. പുതിയ സമ്മ് 770 ആയി. ഇനി ചോദ്യം എന്താണ്? ന്യൂ ആവറേജ് ആണ്. ഓക്കെ, 770 ആണ് സം അല്ലെ. സം ബൈ ടോട്ടൽ ആണ് നമ്മളുടെ ആവറേജ്. അപ്പൊ 770 ബൈ ടോട്ടൽ എത്രയാണ്? 10 ഒബ്സർവേഷൻസ് തന്നെയല്ലേ. അവിടെ വലിയ വ്യത്യാസം ഉണ്ടോ? ഇല്ല. അപ്പം 10. ആൻസർ എത്രയാണ്? 77. ഓക്കെ, ഇതാണ് ആൻസർ. 770 ബൈ 10 വരും 77. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി പറയാണ്. അതായത് നമ്മളുടെ കയ്യിലുള്ളത് ആദ്യത്തെ സെറ്റ് പറയുന്നത് ഒബ്സർവേഷൻസ് ആണ്. അത് എത്രയാണ്? 10 ഒബ്സർവേഷൻസ് ആണുള്ളത്. 10 നമ്പേഴ്സ് ആണ് ആദ്യം പറയുന്നത്. അതിന്റെ ആവറേജ് 7 ആണെന്ന് കണ്ടു. അപ്പൊ തന്നെ നിങ്ങൾക്ക് സം കിട്ടി. സം എന്ന് പറഞ്ഞാൽ ആവറേജ് ഇൻറ്റു ടോട്ടൽ അല്ലെങ്കിൽ ഒബ്സർവേഷൻസ് ആണ്. അതായത് 10 ഇൻറ്റു 7 70 കിട്ടി. എന്നിട്ട് ഈ 70 എന്ന് പറയുന്ന സമ്മിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻറ്റു 11 മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ എത്രയാണ്? 70 ഇൻറ്റു 11 വന്നു. അതായത് നമുക്ക് പുതിയ സമ്മായിട്ടുള്ള 770 കിട്ടി അല്ലെ. 77 ഇൻറ്റു 10 എന്നുള്ളൊരു ഇത് വന്നു. അപ്പൊ എത്രയാണ് അല്ലെ? 7 ഇൻറ്റു 11 77 ഇൻറ്റു 0 10, അത് 770. നമ്മുടെ വാല്യൂ ഇവിടെ 770. പുതിയ സമ്മാണ്, ന്യൂ സമ്മാണ് 770. ഇതിൽ നിന്നാണ് നമ്മൾ ന്യൂ ആവറേജ് കാണുന്നത് അല്ലെ. ഇപ്പൊ ന്യൂ ആവറേജ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? സമ്മ് ബൈ ടോട്ടൽ ആയിരിക്കും. ഈ ടോട്ടലിന് വലിയ വ്യത്യാസം ഉണ്ടോ? ഇല്ല. പുതിയ ഒരു എൻട്രന്റും അവിടെ വരുന്നില്ല. ജസ്റ്റ് ഓൾറെഡി അവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്ന വാല്യൂസിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു എന്നുള്ളൂ. അല്ലാണ്ട് ഇവിടെ അതും സമ്മിനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഈ ഒബ്സർവേഷനെ നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല. അപ്പൊ എന്താണ് പുതിയ സം? നിങ്ങൾക്ക് എത്ര കിട്ടി? 770 ഡിവൈഡഡ് ബൈ 10, 77 എന്നാണ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A man's monthly income is 1400 rupees. What should be his average monthly expenditure so that he should be able to save 3600 rupees a year? അപ്പം ഇങ്ങനെ പറയുന്നത് എന്താണ്? ആളുടെ ടോട്ടൽ ഇൻകം, മന്ത്ലി ഇൻകം എത്രയാണ്? 1400 ആണെന്ന് പറയുന്നുണ്ട്. മന്ത്ലി ഇൻകം ആണ്. ഇനി ഇദ്ദേഹത്തിന് ഒരു ഇയറിൽ 3600 rupees സേവ് ചെയ്യണമെങ്കിൽ, ഓക്കെ, ഇത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇയർലി 3600 സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം എത്ര രൂപ സ്പെൻഡ് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ന്യൂ ആവറേജ്? എങ്ങനെയാ ആവറേജ് മന്ത്ലി എക്സ്പെൻഡിച്ചർ എങ്ങനെയാ കാണുക? ഇതിൽ നമ്മൾ ആവറേജിന്റെ വാല്യൂ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നോക്കിയാൽ മതി. അതായത് ഇയർലി ഇദ്ദേഹത്തിന് 3600 സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മന്ത്ലി എത്ര സേവ് ചെയ്യണം?
3600 ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ മതി. 12 36 300 അല്ലേ? മാസം 300 രൂപ സേവ് ചെയ്താൽ അയാൾക്ക് ഇയർലി എത്രയാ 3600 രൂപ സേവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു മാസം അയാൾ എത്ര രൂപ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും? 1100 രൂപ സ്പെൻഡ് ചെയ്യണം. അപ്പം വർഷത്തില് 3600 രൂപ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1400 രൂപ ഇൻകം ഉള്ള ആള് എത്ര രൂപ സ്പെൻഡ് ചെയ്യണം? 1100 രൂപയെ സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എന്താണ് ഈ പറയുന്ന സേവിങ്സിലേക്ക് എത്തുള്ളൂ. വളരെ സിമ്പിളാണ്, ഇവിടെ ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഈ ആവറേജ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൽ എന്താണ് വലിയ കാര്യത്തിൽ എന്തെങ്കിലും ഫോർമുല ഒക്കെ യൂസ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നും. പക്ഷെ വളരെ സിമ്പിളാണ്. നേരത്തെ പറഞ്ഞ പോലെ കോമൺ സെൻസ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി ആവറേജ് ഏജ് ഓഫ് എ ഹസ്ബൻഡ് ആൻഡ് എ വൈഫ് വാസ് 22 years old when they were married 5 years back. What is the present average of the family if they have a 3-year-old child? ഇതാണ് ചോദ്യം. ഓക്കെ, നമ്മൾക്ക് പറയുന്നത് എന്താണ്? 5 വർഷം മുൻപ് 5 years ബാക്ക് ഒരു ഹസ്ബൻഡും വൈഫും കല്യാണം കഴിച്ച സമയത്ത് അവരുടെ ആവറേജ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 22 ആയിരുന്നു. ഇനി ന്യൂ എൻട്രന്റ് ഉണ്ട് അല്ലെ, ഒരു കുട്ടിയുണ്ട്. എത്രയാണ് കുട്ടിയുടെ വയസ്സ്? എത്രയാണ്? 3 വയസ്സ്. ന്യൂ ഒബ്സർവേഷൻ ആണല്ലേ. 3 വയസ്സുള്ള ഒരു കുട്ടിയും കൂടി ഇവിടെ പുതുതായിട്ട് വരും. അത് നമുക്ക് പിന്നെ ചേർക്കാം. പക്ഷെ ഞാൻ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഒക്കെ പറയുകയാണ്, ഒന്ന് എഴുതി വെച്ചതാണ്. നമ്മൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പ്രകാരം എന്താണ് 5 വർഷം മുൻപെന്ന് പറയുന്നുണ്ട്. അതിൽ ഹസ്ബൻഡും വൈഫിനും 5 വർഷം മുമ്പ് 22 ആയിരുന്നു അവരുടെ ആവറേജ് ഏജ്. ഇപ്പൊ അവർക്കൊരു 3 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ ഏജും കൂടി ചേർത്തിട്ട് അവരുടെ ഫാമിലിയുടെ ടോട്ടൽ ആവറേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ ചെയ്യും? നമുക്ക് എന്താണ് ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കി. സം ബൈ ടോട്ടൽ കിട്ടില്ലേ? ഇവിടെ ടോട്ടൽ കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഹസ്ബൻഡ് പ്ലസ് വൈഫ് എന്ന് പറയുമ്പോൾ 2 തന്നെയാണ് അല്ലേ, 2 ആയിരിക്കും അടുത്ത നമ്പർ. ഓക്കെ, ഈക്വൽ ടു 22 എന്ന് പറയുന്നുണ്ട്. അതായത് എന്താണ് ഇവരുടെ സം 5 വർഷം മുമ്പുള്ള സമ്മാണ് പറയുന്നത്. സം എത്രയാണ്? 22 × 2 ആണ്. അതായത് ഇവിടെ 2 ഉണ്ടാവും, അതിനിങ്ങോട്ട് കൊണ്ടുവരും. ഓക്കെ, അത് 44 ആയി. 5 വർഷം മുൻപ് അവർക്ക് 44 വയസ്സാണ്, ഹസ്ബൻഡ് പ്ലസ് വൈഫ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോ എത്രയായിരിക്കും? ഹസ്ബൻഡിനും 5 വയസ്സ് കൂടിയിട്ടുണ്ടാവും, വൈഫിനും 5 വയസ്സ് കൂടിയിട്ടുണ്ടാവും. 5 വർഷം ഇപ്പുറമല്ലേ. അപ്പം നമ്മളുടെ ന്യൂ സമ്മ എത്രയായിരിക്കും ഓഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്? 44 + 5 + 5 അതായത് 10, 54 ആണ്. നമ്മുടെ പുതിയ സമ്മില് ഹസ്ബൻഡ് പ്ലസ് വൈഫ് പ്ലസ് ചൈൽഡ്, ഇതാണ് നമ്മൾക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലെ. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എത്രയാണ്? 3. അതായത് കൊച്ചും കൂടി കൂടുമ്പോൾ അവിടെ 3 ആവും. നമ്മൾക്ക് ഇതാണ് കണ്ടെത്തേണ്ടത്, പുതിയ ആവറേജ് ആണ് കണ്ടെത്തേണ്ടത്. അപ്പം ഹസ്ബൻഡ് പ്ലസ് വൈഫ് പ്ലസ് ചൈൽഡ് എത്രയാണ്? 54 പ്ലസ് കൊച്ചിന്റെ വയസ്സ് എത്രയാണ്? 3 ഡിവൈഡഡ് ബൈ 3 ഈക്വൽസ്, അതായത് 57 ഡിവൈഡഡ് ബൈ 3 അതായത് 1, 9, 19 ആയിരിക്കും പുതിയ ആവറേജ്. കണ്ടില്ലേ? അതായത് നമുക്ക് ഓൾറെഡി കുറച്ച് ഡേറ്റ് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ആ ഡേറ്റിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ കറങ്ങി തിരിഞ്ഞ ആൻസേഴ്സിലേക്ക് എത്തുന്നത് അല്ലെ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് ഓൾറെഡി 5 years ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു സംശയം തോന്നാം, പക്ഷെ എളുപ്പമാണ്. അതായത് 5 years ബാക്ക് എന്ന് പറഞ്ഞാൽ പുതിയതിൽ ആ 5 കൂട്ടിയാൽ മതി. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ചുമ്മാ 5 എന്ന് കൂട്ടിയത്, രണ്ടുപേർക്കും 5 years കൂടുന്നുണ്ട് അല്ലെ. ഹസ്ബൻഡിനും 5 years കൂടുന്നുണ്ട്, വൈഫിനും 5 years കൂടുന്നുണ്ട്. അപ്പൊ ആ രണ്ടുപേരുടെയും എക്സ്ട്രാ കൂടിയിരിക്കുന്ന രണ്ടുപേരുടെയും വയസ്സും കൂടി ആഡ് ചെയ്താൽ മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള ന്യൂ സം അവിടെ കിട്ടുള്ളൂ. പിന്നെ അതിന്റെ കൂടെ കുട്ടിയുടെ ഇയർ ആയിട്ടുള്ള 3 years കൂടി ചേർത്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവൻസ്. ഫൈനൽ ഫാമിലിയിൽ എത്ര പേരുണ്ട്? ഹസ്ബൻഡ്, വൈഫ്, കുട്ടി അല്ലെ, 3 പേരുണ്ട്. അപ്പൊ 3 ഇവിടെ കൊടുത്തു. അങ്ങനെ 57/3 19 ആണ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The number of observations in a group is 40. The average of the first 10 members is 4.5 and the average of the remaining 30 members is 3.5. The average of the whole group is.
ഇപ്പൊ എന്താ പറയുന്നത്, ടോട്ടല് 40 പേരുണ്ട്. അതിൽ ആദ്യത്തെ 10 പേരുടെ ആവറേജ് 4.5 ആണ്. പിന്നെ ബാക്കിയുള്ള 30 പേരുടെ ആവറേജ് എത്രയാണ്? 3.5 ആണ്. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിലുള്ളതിന്റെ ഫൈനൽ ആവറേജ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ടോട്ടൽ 40 മെമ്പേഴ്സിന്റെ ആവറേജ്. ചുമ്മാ നമുക്ക് ഇതെല്ലാം പ്ലസ് ചെയ്തിട്ട് ചെയ്താൽ മതിയൊന്ന് ആദ്യം തോന്നും, പക്ഷെ അത് തെറ്റാണ്. എന്താണ്, ഈ രണ്ട് ആവറേജിന്റെ വാല്യൂ എന്താണ് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറൊരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂ ആണ് കിട്ടുന്നുണ്ടാവുക. അപ്പൊ നമുക്കിത് പ്രോപ്പർലി ചെയ്ത് തന്നെ നോക്കേണ്ടി വരും. ജസ്റ്റ് നോക്കാം. നമുക്ക് ആദ്യമേ തന്നിട്ടുണ്ട്, അതായത് നമ്മൾക്ക് കണ്ടെത്തേണ്ട ന്യൂ ഒബ്സർവേഷൻ എത്രയാണ്? 40 ആണ് അല്ലെ. നമ്മൾ കണ്ടെത്തേണ്ട ഒബ്സർവേഷൻസിന്റെ നമ്പർ 40 ആണ്. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് പുതിയ ആവറേജ് ആണ് കാണേണ്ടത്, ന്യൂ ആവറേജ് ആണ് കാണേണ്ടത്. പക്ഷെ നമുക്കിവിടെ സമ്മ് അറിയില്ല, പ്രോപ്പർ സമ്മ് അറിയില്ല. അപ്പൊ നമുക്ക് ആദ്യം സമ്മ് അറിയണം. ഈ സമ്മ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 10 പേരുടെയും സമ്മ് അറിയണം, അതുപോലെ തന്നെ ബാക്കിയുള്ള 30 പേരുടെയും സമ്മ് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഫൈനലി ഈ 10 + 30, അതായത് ഈ 40 ഒബ്സർവേഷൻസിന്റെ ടോട്ടൽ സമ്മ് കിട്ടുള്ളൂ. ആ സമ്മ് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്താണ് ഫൈനലി ന്യൂ ആവറേജ് കാണാൻ സാധിക്കുള്ളൂ. പക്ഷെ അത് എളുപ്പമാണ്. ഫസ്റ്റത്തെ സമ്മ് എത്രയാണ്? ടോട്ടൽ ഇൻറ്റു ആവറേജ് അല്ലേ. അതായത് ടോട്ടൽ എത്രയാണ്? അവിടെ 10 പേരുടെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് 10 ഇൻറ്റു ആവറേജ് എത്രയാണ്? ആദ്യം പറയുന്ന ആവറേജ് എത്രയാണ്? 4.5 ആണ്. 4.5 അതായത് 45. ഇനി രണ്ടാമത് പറയുന്നത് 30 ഇൻറ്റു ആവറേജ് എത്രയാണ്? 3.5. അപ്പൊ അതിന്റെ ആൻസർ എത്രയാ വരിക? 3.5 ഇൻറ്റു 30 എന്ന് പറയുമ്പോൾ 35 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 15 എത്രയാണ്? 105 അല്ലേ. 105 ആണ് ഇവിടെ ആൻസർ വരിക. ഓക്കെ. അപ്പം 10 + 30യുടെ സമ്മ് എത്രയാണ് വരിക? ടോട്ടൽ ന്യൂ സമ്മ് എത്രയാണ് വരിക? 45 + 105 അല്ലേ, അത് 150 ആണ് അല്ലെ. 150 ആണ്. നമ്മളുടെ പുതിയ ആവറേജ് എത്രയാ വരിക? 150. അതായത് ടോട്ടൽ സമ്മ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ എത്രയാണ്? പുതിയ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എത്രയാണ്? 40 ആണ് ചോദിക്കുന്നത് അല്ലെ. 40 പേരെയാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഒബ്സർവേഷൻസ് അവിടെ 40 ആയിരിക്കും. അപ്പം ആൻസർ എങ്ങനെയാ വരിക? 3.75 ആയിരിക്കും ആൻസർ അല്ലെ. 3.75 ആയിരിക്കും ഇതിന്റെ ആൻസർ. ഓക്കെ, എളുപ്പമാണ്. നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ഓൾറെഡി നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആ ഡേറ്റ് ഒന്നും എടുത്ത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. നമുക്ക് എളുപ്പത്തിൽ ഈ സമ്മും കാര്യങ്ങളും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ഫോർമുല തന്നെ അതിൽ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെ. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. The average speed of a taxi car from town A to town B is 35 km/h and return journey is 42 km/h. What is the average speed? എങ്ങനെയാണ് നമ്മൾ ആവറേജ് സ്പീഡ് കാണാം? നമ്മൾ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആവറേജ് സ്പീഡ് കാണാൻ നമ്മളുടെ കയ്യിൽ ഒരു ഫോർമുല ഉണ്ട്. 2 speed 1 speed 2 divided by speed 1 plus speed 2. ഇത് വളരെ ഈസിലി നമുക്ക് ഈ ഒരു ഫോർമുല യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആവറേജ് സ്പീഡ് കാണാൻ സാധിക്കും. രണ്ട് സ്പീഡിനെ പറ്റിയിട്ടാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ 2 speed 1 speed 2 by speed 1 plus speed 2. ഇനി 3 എണ്ണമാണ് ചോദിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാ വരിക? 3 into speed 1 speed 2 speed 3 divided by speed 1 into speed 2 plus speed 2 into speed 3 plus speed 3 into speed 1. ഇതാണ് ഫോർമുല. ഓക്കെ, നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എത്രയാണ്? രണ്ട് സ്പീഡിന്റെ കാര്യം പറയുന്നത് അല്ലെ. ആദ്യത്തെ സ്പീഡ് എത്രയാണ്? സ്പീഡ് 1 എന്ന് പറയുന്നത് എത്രയാണ്? 35 ആണ് അല്ലെ. സ്പീഡ് 2 എത്രയാണ്? 42 ആണ്. അപ്പം നമ്മൾ ഈ ഒരു ഫോർമുലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 2 into 35 into 42 divided by 35 plus 42 എത്രയാണ്? 2 into 35 into 42 divided by 35 ഉം 42 എത്രയാണ്? 77 ആണ് അല്ലേ. 77 എന്ന് പറയുമ്പോൾ 7ൽ ഇത് 11 ടൈംസ് പോവും, 35ൽ 5 ടൈംസ് പോവും, 420 കിട്ടും. അതായത് 10 into 5 10 42 420 divided by 11. 420 divided by 11 എന്ന് പറഞ്ഞാൽ 3 33
90, 38, 38.18 ആയിരിക്കും ആൻസർ വരും. 38.18 ഇതാണ് നമ്മളുടെ ആൻസർ. ഓക്കെ, ഇപ്പൊ ആവറേജ് സ്പീഡ് ചോദിക്കുകയാണെങ്കിൽ ഓർത്താൽ മതി, അതിന് നമുക്കൊരു സെപ്പറേറ്റ് ഫോർമുല ഉണ്ട്. 2 into speed 1 into speed 2 by speed 1 plus speed 2. അതിൽ നമ്മൾക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇതേ സാധനം തന്നെ നമ്മളുടെ അടുത്ത് വേറൊരു ഇതിൽ ചോദിക്കുകയാണ്. 3 ഇതുകൾ തരികയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യനിൽ പറയാണ് ആദ്യത്തെ 1 hour അയാൾ 20 km/h പോയി സ്പീഡ് 1. രണ്ടാമത്തെ സ്പീഡ് എത്രയാണ്? ഒരു 40 km/h പോയി. മൂന്നാമത്തേൽ എത്രയാണ്? ഒരു 50 km/h സ്പീഡ് പോയത്. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാ ചെയ്യാം? 3 ഉണ്ടെങ്കിൽ എങ്ങനെയാ പറഞ്ഞേ? 3 into S1 into S2 into S3 divided by S1 S2 plus S2 S3 plus S3 S1. അതായത് 3 into സ്പീഡ് 1 എത്രയാ? 20 into സ്പീഡ് 2 40 into സ്പീഡ് 3 50 divided by 20 into 40 plus 40 into 50 plus 50 into 20. അതായത് 3 into 2 into 4 into 5. ഇതിന്റെ ഞാൻ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. into 1000 divided by 20 into 40 എത്രയാണ്? 800 plus 2000 plus എത്രയാണ്? 50 into 20 എന്ന് പറഞ്ഞാൽ 1000 അല്ലേ? അപ്പം ഇത് എങ്ങനെയാ വരിക? ഇത് വാല്യൂ എങ്ങനെയാ വരിക? 3 into 2 into 4 into 5 into 1000 divided by ഇനി 800 plus 2000 plus 3000. 3000 plus 800 3800 ആണ്. ഇതും ക്യാൻസൽ ആയി പോയി. ഇനി 38 എന്ന് പറയുമ്പോൾ 2 divided by 38 അവിടെ 19 ആണ്. ഓക്കെ, അപ്പം എന്താണ്? 20 into 3 into 10 60 into 10 600 by 19. അതൊരു പെർട്ടിക്കുലർ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. 3 സ്പീഡ് തരികയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഫോർമുലയിൽ, ഇച്ചിരി വലിയ ഫോർമുലയാണ്, പക്ഷെ നിങ്ങൾക്ക് ബാക്കി എന്താണ് വേറെ രീതിയിലൊക്കെ ചെയ്തു വരുന്നതിനേക്കാൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈസിലി ഈ ഒരു ഫോർമുലയിൽ നമ്മൾക്ക് തന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈസിലി നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ 3 സ്പീഡ്സ് തരികയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാ ചെയ്യുക. അപ്പൊ സ്പീഡിന്റെ കാര്യത്തിൽ ഞാൻ സ്ട്രെസ് ചെയ്യുന്നത്, നമുക്ക് പൊതുവെ എക്സാമിന് ഈ ആവറേജ് സ്പീഡ് ചോദിച്ചു കാണാറുണ്ട്. മിക്കപ്പോഴും ക്വസ്റ്റനിൽ വരാറുള്ള ഒരു കാര്യമാണ് ആവറേജ് സ്പീഡ്. ഓക്കെ, അതിപ്പം ആവറേജിന്റെ ഇതിൽ നിന്ന് തന്നെയല്ല, ടൈം ആൻഡ് സ്പീഡ് എന്നുള്ള ടൈം സ്പീഡ് ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതിൽ നിന്നും നമ്മൾ ഈ ഒരു ആവറേജ് സ്പീഡ്സ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്തൊക്കെ നോക്കുക കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾക്ക് ആവറേജിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്, ഹയർ ലെവൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ്. നമ്മൾ കഴിഞ്ഞ 3 വീഡിയോസ് ആയിട്ട് നമ്മൾ ആവറേജിനെ പറ്റിയിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ആവറേജിന്റെ ബേസിക് കാര്യങ്ങൾ പറഞ്ഞു, ബേസിക് ആയിട്ടുള്ള ഐഡിയ, ബേസിക് ആയിട്ടുള്ള ഫോർമുല, ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അത് ആൻസർ ചെയ്യാനുള്ള മെത്തേഡ്സും ഷോർട്ട് കട്ട്സും പഠിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും അഡ്രസ് ചെയ്തു. അപ്പൊ ഈ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ നമുക്ക് UGC നെറ്റ് എക്സാമിൽ കാണാറുള്ളത്. അപ്പം ഇതൊക്കെയാണ് ആവറേജിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ. നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് പറയുകയാണ്, നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം, അതായത് സാമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾ സോൾവ് ചെയ്യുക. റിപ്പീറ്റഡ്ലി ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ട്രിക്സും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ തലയിൽ രജിസ്റ്റർ ആവുള്ളൂ. അപ്പം നിങ്ങളത് എന്താ പറയുക, റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് അത് ഓർമ്മയിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് പ്രാക്ടീസ് ചെയ്യുക. പ്രത്യേകിച്ചും ഈ മാത്തമാറ്റിക്കൽ റീസണിങ്ങിലൊക്കെ ക്വസ്റ്റ്യൻസ് ഒരു പ്രാവശ്യം നമ്മൾക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മ വരും, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഇത് ഭയങ്കര സിമ്പിൾ ആണല്ലോ, ഇത് ഇനി പഠിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ തോന്നും. പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് ഇത് പഠിച്ചാൽ മാത്രമാണ് നമ്മൾക്ക് ഇത് ഓർമ്മയിൽ ഉണ്ടാവുള്ളൂ, ഇത് തലയിൽ രജിസ്റ്റേർഡ് ആവുള്ളൂ. അപ്പം നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുക.
ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് കുറേ എന്താ പറയുക നെറ്റിലൊക്കെ കാണാറുണ്ട്. അപ്പം ഒന്നും വേണ്ട, ChatGPT അടിച്ചു കൊടുത്താൽ പോലും നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ChatGPT ഉണ്ടാക്കി തരും. പിന്നെ നിങ്ങൾ ഇതിരുന്ന് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ എന്താണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ.